കോപ്പറേറ്റീവ് എഡുടെക്കിൻ്റെ MCQ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻ വീഡിയോകളിലേക്ക് സ്വാഗതം. 2020 കേരള PSCയും മറ്റുള്ള ബോർഡുകൾ CSEB അടക്കമുള്ള പലതും കോപ്പറേറ്റീവ് സെക്ടറിലേക്ക് ഒരുപാട് അപേക്ഷകൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ എക്സാമുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. കോപ്പറേഷൻ തിയറി ആൻഡ് ലോ എല്ലാറ്റിൻ്റെയും സിലബസിൻ്റെ ഭാഗമാണ്. കാരണം മിക്കതിൻ്റെയും അല്ലെങ്കിൽ എല്ലാറ്റിൻ്റെയും യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി പ്ലസ് HDC ആണ്. അതുകൊണ്ട് കോപ്പറേഷൻ എന്നത് യാതൊരു തർക്ക വിഷയമില്ലാത്ത കാര്യമാണ് സിലബസിൽ. ബാക്കിയുള്ള കാര്യങ്ങൾ സിലബസ് എങ്ങനെയെന്ന് നമുക്ക് സിലബസ് വന്നാലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കോപ്പറേഷൻ അടിസ്ഥാനപ്പെടുത്തിയുള്ള തിയറി ലോ അടിസ്ഥാനപ്പെടുത്തിയുള്ള MCQ സീരീസ് ആണ് നമ്മൾ ചെയ്തു പോകുന്നത്. വെറുതെ ക്വസ്റ്റ്യൻ ആൻസർ വായിക്കാതെ അതിൻ്റെ സറൗണ്ടിങ് ആയ കാര്യങ്ങൾ ആ ഭാഗം ക്ലിയർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി അതുകൂടെ പറഞ്ഞിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, അതിൻ്റെ റിലേറ്റഡ് ടേംസ്, അതിൻ്റെ ഹിസ്റ്ററി, അത് എങ്ങനെ എന്ന് ആണ് ഉൾപ്പെടുത്തിയത്. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ള പഠിതാക്കളിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The dash was set up in 1960 and is administered under the Multi-State Cooperative Society Act 2002. 2002 Multi-State Cooperative Society Act പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടതും 1960 രൂപീകരിച്ചതുമായ ഓർഗനൈസേഷൻ ഏത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യന്. ഇവിടുത്തെ ശരിയായ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്നാണ്. ആൾ ഇന്ത്യ സെൻട്രൽ ലാൻഡ് മോർട്ടഗേജ് ബാങ്ക് കോപ്പറേറ്റീവ് യൂണിയൻ എന്ന പേരിൽ 1960 6 ഒക്ടോബറിലാണ് നാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്നത് രൂപീകരിക്കുന്നത്. അതായത് നാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന ഈ ഡി ഓപ്ഷൻ്റെ മുന്നേ അതിൻ്റെ പേര് ആൾ ഇന്ത്യ സെൻട്രൽ ലാൻഡ് മോർട്ടഗേജ് ബാങ്ക് കോപ്പറേറ്റീവ് യൂണിയൻ എന്നായിരുന്നു. അത് രൂപീകരിക്കുന്നത് 1960 6 ഒക്ടോബറിലുമാണ്. അത് അന്ന് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരവും ഹെഡ് ക്വാർട്ടേഴ്സ് ഹൈദരാബാദുമാണ്. പിന്നീട് 1969 60 രൂപീകരിച്ചു ഹൈദരാബാദ് ആസ്ഥാനമായിട്ട്. 1969 ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലേക്ക്, അന്നത്തെ ബോംബെയിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യുന്നു, അത് മാറ്റുന്നു. പിന്നെ 11th ജനുവരി 1988 1988 ആയപ്പോഴേക്കും അതിൻ്റെ പേര് ഈ പറഞ്ഞതുപോലെ നാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന് റീനെയിം ചെയ്യുന്നു. ആദ്യത്തെ പേര് ആദ്യമേ പറഞ്ഞ് ആൾ ഇന്ത്യ സെൻട്രൽ ലാൻഡ് മോർട്ടഗേജ് ബാങ്ക് കോപ്പറേറ്റീവ് യൂണിയൻ എന്ന്. ഇതാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അത് ഇന്ന് ഈ പേരിലേക്ക് അത് എത്തിച്ചേരുമ്പോഴേക്കുള്ള 3 പോയിൻ്റ് ഓർക്കേണ്ടത്. 1969 അതിൻ്റെ ഷിഫ്റ്റിംഗ് ഹെഡ് ക്വാർട്ടേഴ്സ് ഹൈദരാബാദിൽ നിന്ന് മുംബൈയിലേക്ക്. 1988 അതിൻ്റെ പുതിയ പേര്. 1960 അതിൻ്റെ രൂപീകരണം. പിന്നെ അത് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The National Cooperative Agriculture and Rural Development Banks Federation was registered on dash with the main objective of promoting the interest of long-term cooperative credit structure movement in the country. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ആൻസർ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണിത്. ഈ ക്വസ്റ്റ്യനിൽ മറ്റൊരു ആൻസറും കൂടി ഇതിൽ കാണാൻ പറ്റും. കാരണം ലോങ് ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ, അതായത് ലോങ് ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റിന് വേണ്ടിയിട്ടാണ് നാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഫെഡറേഷൻ വർക്ക് ചെയ്യുന്നത്. അത് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഡേറ്റ് എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ നേരത്തെ പറഞ്ഞ് 6 ഒക്ടോബർ 1960 എന്ന്. കാരണം അന്ന് അതിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതും ഇവിടെ വീണ്ടും പറയുന്നില്ല. ഇവിടുത്തെ ശരിയായ ആൻസർ ഫസ്റ്റ് ഓപ്ഷനായ 6 ഒക്ടോബർ 1960 എന്ന് തന്നെയാണ്. കാരണം ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്നതാണ് പൊതുവെ ഈ കാറ്റഗറിക്ക് പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം മീഡിയം ടേം ലോണുകളാൽ കൂടുതൽ കർഷകർക്ക് ആവശ്യമുണ്ടാവും. അതിനിവിടെ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ ഒരു 5 to 20 years ലോങ് ടേമിൽ ബോറോവിങ് അല്ലെങ്കിൽ ബോറോവിങ്ങിൻ്റെ ആവശ്യം വരും ആർക്ക്? ഫാമേഴ്സിന്. പ്രത്യേകിച്ചും ലാൻഡ് വാങ്ങാനോ അതിൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടത്താനോ ട്രാക്ടർ പോലുള്ള അസറ്റുകൾക്കൊക്കെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നീഡ്സ് വരും. അപ്പോൾ അത്തരം ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഇതിലും പറഞ്ഞ പോലെ ലോങ് ടേമിന് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റാണ് ഈ പറഞ്ഞ ഈ നാഷണൽ കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഫെഡറേഷൻ. അതായത് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് പേരുള്ള പോലെ തന്നെ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ലോങ് ടേം ലോണാണ്. അതായത് ലാൻഡ് ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള ലോങ് ടേം ലോണാണ് പ്രൊവൈഡ് ചെയ്യുക. എഗെയിൻസ്റ്റ് ദി മോർട്ടിഗേജ് ഓഫ് ലാൻഡ് തന്നെയാണ് മോർട്ടിഗേജ് ആക്കിയിട്ട് ആ ലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ലോങ് ടേം അപ് ടു 20 years വരെയുള്ള ലോണാണ് പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ചില സംസ്ഥാനങ്ങളിൽ ലാൻഡ് മോർട്ടിഗേജ് ബാങ്ക്സും എന്നറിയപ്പെടുന്നു. ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സിനെ. രണ്ട് പേരും ഇതിന് ആപ്റ്റാണ്, രണ്ട് പേരിൽ ഇതിന് മീനിങ് ഉണ്ട്. ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്തെന്ന് പറഞ്ഞ് ചില സംസ്ഥാനങ്ങളിൽ അത് ലാൻഡ് മോർട്ടിഗേജ് ബാങ്ക്സ് എന്നും അറിയപ്പെടുന്നു. കാരണം ലാൻഡ് മോർട്ടിഗേജ് ചെയ്തിട്ടാണ് ലോങ് ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് 5 to 20 years വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റ് എന്ന് പറയാം. കാരണം ഈ ലാൻഡ് ഡെവലപ്മെൻറ്റ് നേരത്തെ പറഞ്ഞ ലോങ് ടേം ആവശ്യങ്ങളൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസാണ്. അതുകൊണ്ട് തന്നെ പ്രൊവൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ എന്നും ഇതിനെ പറയാൻ പറ്റും എന്നാണ് പറഞ്ഞത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. In India, the first cooperative land mortgage bank was established in 1920 at. പലപ്പോഴും പല എക്സാമിനും കണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ് ഇത്. പല ആവർത്തി ഇത് ചോദിച്ച് കാണാറുണ്ട്. കാരണം ഒരുപാട് ബാങ്കുകളും ഹിസ്റ്ററിയും അതിൻ്റെ ഇയറുകൾ വരുമ്പോൾ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ഇതിന് പ്രസക്തിയുണ്ട് ഇത് വീണ്ടും ചോദിക്കാമെന്ന്. കാരണം ഈ കോപ്പറേഷൻ സിലബസ് വളരെ ചെറുതാണ്, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യനെ ചോദിക്കുള്ളൂ. അതല്ലാതെ അടുത്ത എക്സാമിന് പുതിയതൊന്നും ചോദിക്കാനൊന്നുമില്ല. ആ ഹിസ്റ്ററിയും കാര്യം തന്നെ അത് മാറുന്നൊന്നുമില്ല, അത് റിപ്പീറ്റ് ചെയ്യാനല്ലാതെ വേറെ മാർഗവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യന് ഇനിയും പ്രസക്തി ഉണ്ട് തന്നെ പറഞ്ഞത്. ഇവിടെ ഇതിൻ്റെ ശരിയായ ആൻസർ 1920 ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ലാൻഡ് മോർട്ടിഗേജ് ബാങ്ക് ആയി വരുന്നത്, ഫസ്റ്റ് ബാങ്ക് ആയി വരുന്നത് ബി ഓപ്ഷനായ ജാങ് ഇൻ പഞ്ചാബ് എന്നാണ് അതിൻ്റെ ശരിയായ ആൻസർ. കാരണം 1920 ഇത് ഒരു അത്ര നോട്ട് ഫങ്ഷൻ വെൽ എന്നാണ് പറയുന്നത്. അതായത് അത്രത്തോളം വലിയ രീതിയിലൊന്നും ഇത് പ്രവർത്തിക്കാൻ പറ്റിയില്ല 1920. കാരണം ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഒരു കോപ്പറേറ്റീവ് ലാൻഡ് മോർട്ടിഗേജ് ബാങ്ക് എന്ന രീതിയിൽ വരികയും അതിൻ്റെ ആദ്യത്തെ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് 1920 പറഞ്ഞ ഈ പഞ്ചാബിലെ ജാങ് എന്ന സ്ഥലത്ത് 20 സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ലാൻഡ് മോർട്ടിഗേജ് ബാങ്കുമാണ്. പക്ഷേ അതൊരു പൂർണ്ണ രീതിയിലേക്ക് ഈ ഒരു കൺസെപ്റ്റ് വരുന്നത് 1929 പിന്നീട് കുറച്ച് വർഷങ്ങൾ പോന്നിട്ട് സെൻട്രൽ ലാൻഡ് മോർട്ടിഗേജ് ബാങ്ക് ഇൻ മദ്രാസ് അത് വരുന്നത് കൂടിയിട്ടാണ് ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഈ ലാൻഡ് ഡെവലപ്മെൻറ്റ് സെക്ടറിൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന ഈ കാറ്റഗറിക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് ഈ 29 മദ്രാസിലെ സെൻട്രൽ ലാൻഡ് മോർട്ടിഗേജ് ബാങ്ക് വന്നത് കൂടിയിട്ടാണ്. മാത്രമല്ല ഇവിടെ ഓർക്കേണ്ട മറ്റൊരു വസ്തുത, ഓരോ സ്റ്റേറ്റിലും ഒരു യൂണിഫോമിറ്റി ഇല്ല എന്തിന് സ്ട്രക്ചറിന്. ചില സ്റ്റേറ്റുകളിൽ യൂണിറ്ററി സ്ട്രക്ചറാണ്, ചിലയിടങ്ങളിൽ ഫെഡറൽ സ്ട്രക്ചറാണ്. ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ 2 tier സ്ട്രക്ചറാണ്. 2 tier എന്ന് പറഞ്ഞാൽ സെൻട്രൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് അറ്റ് സ്റ്റേറ്റ് ലെവലും പ്രൈമറി ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് അറ്റ് ഡിസ്ട്രിക്റ്റ് ഓർ താലൂക്ക്, ഈ 2 ലെവലാണ് ഉണ്ടാവുക ഈ ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ. അങ്ങനെ പല സ്റ്റേറ്റിലും പല രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അതേ നേരത്തെ പറഞ്ഞ പോലെ പല പേരുമാണ്. ലാൻഡ് മോർട്ടിഗേജ് ബാങ്ക് എന്ന് പറയാറുണ്ട്, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്നും പറയാറുണ്ട്. ഇത്തരം ബാങ്കിൻ്റെ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാ ബാങ്കിലും ഉള്ളതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റലും ഡെപ്പോസിറ്റ്സും
ഡിബെഞ്ചർ വലിയൊരു കാറ്റഗറിയാണ്. ഒരുപാട് ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡിബെഞ്ചേഴ്സിലൂടെയാണ്. പിന്നീട് ബോറോയിങ് ഫ്രം അതർ ബാങ്ക്സ്, ഇതൊക്കെയാണ് ഇവരെ സോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദി ഡാഷ് ആർ ഓർഗനൈസ്ഡ് ഇൻ 3 tier, namely state, central and primary level, and they meet the long-term credit requirements of the farmers of developmental purpose. അവസാനത്തെ സെൻറ്റൻസ് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ആൻസർ പറയാൻ പറ്റും. ലോങ് ടേം ക്രെഡിറ്റ് ഒരു പോയിന്റ്, ഫാമേഴ്സ് ഡെവലപ്മെൻറ്റൽ പർപ്പസ് രണ്ടാമത്തെ പോയിന്റ്. ഇതിന് ആപ്റ്റായിട്ട് വരുന്ന ശരിയായ ആൻസർ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് തന്നെയാണ്. ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, dash are now known as cooperative agriculture and rural development banks. Cooperative agriculture and rural development banks. ഇവിടെ ഇതിൻ്റെ ശരിയായ ആൻസർ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ്. ഇപ്പോഴും എന്തായിട്ട് അറിയപ്പെടുന്നത് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത് കുറച്ച് 4-5 പോയിന്റുകൾ മാത്രമേ ഉള്ളൂ, പക്ഷേ ഒക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. ആൾ ഇന്ത്യ സെൻട്രൽ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്, കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഫെഡറേഷൻ ലിമിറ്റഡ്, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്സ്, കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, ഇതൊക്കെ ഒരു കൺസെപ്റ്റാണ്. അതിന് പല സ്റ്റേറ്റിൽ പല രീതികൾ, പല സമയത്ത് പലതും രൂപീകരിക്കുന്നു. അതിന് ഓരോ ഇയറുകൾ, ഓരോ സ്ഥലങ്ങളുടെ പേരുകൾ, ഇവയൊക്കെ ഇവിടെ ചോദിക്കാറ്. വളരെ ചെറിയ ഒരു ഏരിയ ആണ്, പക്ഷേ പലപ്പോഴും പല രീതിയിലും ഇപ്പോൾ കണ്ട പോലെ തന്നെ ഇതിനപ്പുറത്തേക്കും ഈ പോയിന്റുകൾ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ടുണ്ട്. പലതും റിപ്പീറ്റഡ് ആണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് വെച്ചിട്ട് ഇതിന് സറൗണ്ടിങ് ആയിട്ടുള്ള എല്ലാ പോയിന്റുകളും പറഞ്ഞത്. ഇപ്പോൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട പ്രധാന പോയിന്റുകൾ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓർക്കുന്നത് ആൾ ഇന്ത്യ സെൻട്രൽ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് കോപ്പറേറ്റീവ് യൂണിയൻ 1960 6 ഒക്ടോബർ രൂപീകരിക്കുന്നു. അണ്ടർ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഹൈദരാബാദിൽ 1969 ഹൈദരാബാദിൽ നിന്നും മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഹെഡ് ക്വാർട്ടേഴ്സ്. 1988 11th ജനുവരിയിൽ റീനെയിം ചെയ്യുന്നു എന്തിലേക്ക്? നാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന്. പിന്നെ ഇവിടെ ഡൗട്ട് ഉണ്ടാവേണ്ട ഒരു ഏരിയ, എന്താണ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, എന്താണ് ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്സ്, അവ തമ്മിലുള്ള കണക്ഷൻ പറഞ്ഞ്. പിന്നെ ലോങ് ടേം പർപ്പസിന് അപ് ടു 20 yearsനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആണ് ഇത്തരം ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ കർഷകരുടെ ലോങ് ടേം ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ലാൻഡ് വാങ്ങുക, ലാൻഡിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടത്തുക, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചിലവാക്കിയിട്ട് എന്തെങ്കിലും അസറ്റുകൾ, ട്രാക്ടർ പോലുള്ള അസറ്റുകൾ വാങ്ങുക, ഇത്തരം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം ബാങ്കുകൾ വർക്ക് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഓർക്കേണ്ടത്. താങ്ക്സ് ഫോർ വാച്ചിങ്.